രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും ഉന്മേഷം തോന്നാറുണ്ടോ? അതോ ഉറങ്ങി എഴുന്നേറ്റാലും വല്ലാത്തൊരു ക്ഷീണവും വയറിനൊരു കനവും ഒന്നും ചെയ്യാൻ തോന്നാത്ത ഒരു മടുപ്പുമാണോ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത്? ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മൾ ദിവസവും രാവിലെ പല്ല് തേയ്ക്കുന്നു, കുളിക്കുന്നു, നല്ല വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നു. പുറമേ നിന്ന് നോക്കിയാൽ നമ്മൾ വളരെ വൃത്തിയുള്ളവരാണ്. പക്ഷേ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലോ? വർഷങ്ങളായി നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ, ദഹിക്കാതെ കിടക്കുന്ന കൊഴുപ്പ്, വിഷാംശങ്ങൾ എന്നിവ അടിഞ്ഞുകൂടി കിടക്കുന്ന ഒരു വലിയ വേസ്റ്റ് ബിന്നായി നിങ്ങളുടെ വയർ മാറിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും, പക്ഷേ സത്യമിതാണ്. നമ്മുടെ ശരീരത്തിൽ വരുന്ന 90% അസുഖങ്ങളുടെയും അത് പ്രമേഹമായാലും കൊളസ്ട്രോൾ ആയാലും മുടികൊഴിച്ചിലായാലും മുഖത്തുണ്ടാകുന്ന പാടുകളായാലും ഇതിന്റെയെല്ലാം യഥാർത്ഥ കാരണം കിടക്കുന്നത് നിങ്ങളുടെ വയറ്റിലാണ്. വയർ വൃത്തിയാണെങ്കിൽ ശരീരം മുഴുവൻ വൃത്തിയായി. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു മാജിക്കിനെക്കുറിച്ചല്ല, മറിച്ച് ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള നമ്മുടെ ആയുർവേദത്തിലെ ഏറ്റവും ശക്തമായ ഒരു രഹസ്യത്തെക്കുറിച്ചാണ്. വെറും ഒറ്റ ദിവസം, അതെ, ഒരൊറ്റ ദിവസം കൊണ്ട് നിങ്ങളുടെ കുടലിന്റെ മുക്കും മൂലയും വൃത്തിയാക്കി ശരീരത്തിലെ വിഷാംശങ്ങളെ മുഴുവൻ പുറന്തള്ളി 10 വയസ്സ് കുറഞ്ഞതുപോലെയുള്ള ഒരു ഉന്മേഷം നിങ്ങൾക്ക് എങ്ങനെ തിരിച്ചെടുക്കാം? അതും യാതൊരു പാർശ്വഫലങ്ങളുമില്ലാതെ നിങ്ങളുടെ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ലളിതമായ വഴി. ഈ വീഡിയോയുടെ അവസാനം വരെ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങളുടെ ആരോഗ്യത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഒരു വലിയ മാറ്റമായിരിക്കും. നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കടക്കുന്നതിനു മുൻപ് ഒരു ചെറിയ കാര്യം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും അസുഖങ്ങളില്ലാത്ത ഒരു ജീവിതം വേണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ. നല്ല കാര്യങ്ങൾക്കായി നമുക്ക് ഇപ്പോൾ തന്നെ ഒരു പിന്തുണ നൽകാം. ശരി, നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അതെത്ര നല്ലതാണെങ്കിലും അതിലൊരു ചെറിയ ഭാഗം ദഹിക്കാതെ നമ്മുടെ കുടലിൽ പറ്റിപ്പിടിച്ചിരിക്കാറുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾക്ക് പൊറോട്ടയും എണ്ണയിൽ വറുത്ത പലഹാരങ്ങളും മൈദയുമൊക്കെ വലിയ ഇഷ്ടമാണ്. ഇവയൊന്നും പെട്ടെന്ന് ദഹിക്കുന്നില്ല. നമ്മുടെ കുടലിന് ഏകദേശം 7 മുതൽ 9 മീറ്റർ വരെ നീളമുണ്ട്. ഈ നീളമുള്ള കുഴലിലൂടെ ഭക്ഷണം സഞ്ചരിക്കുമ്പോൾ പലയിടത്തായി അത് തടസ്സപ്പെടുകയും അവിടെ കിടന്ന് അഴുകുകയും ചെയ്യുന്നു. ആയുർവേദത്തിൽ ഇതിനെ ആമം അഥവാ വിഷം എന്നാണ് വിളിക്കുന്നത്. ഈ ആമം വയറ്റിൽ കെട്ടിക്കിടന്നാൽ എന്ത് സംഭവിക്കും? ആദ്യം അത് വായുക്ഷോഭമായും പുളിച്ചുതികട്ടലായും പുറത്തുവരും. പിന്നെ നിങ്ങൾക്ക് മലബന്ധം അനുഭവപ്പെടും. രാവിലെ വിസർജനത്തിന് പോയാൽ വയർ മുഴുവനായി ശുദ്ധമായതുപോലെ തോന്നില്ല. എപ്പോഴും വയർ വീർത്തിരിക്കുന്നതുപോലെ തോന്നും. ഇത് അവിടെ അവസാനിക്കുന്നില്ല. ഈ അഴുകിയ ഭക്ഷണത്തിൽ നിന്നുള്ള വിഷാംശം രക്തത്തിൽ കലരുന്നു. ഇത് രക്തത്തിലൂടെ സഞ്ചരിച്ച് ചർമ്മത്തിലെത്തുന്നു. അങ്ങനെയാണ് മുഖക്കുരുവും ത്വക്ക് രോഗങ്ങളും ഉണ്ടാകുന്നത്. ഇത് തലയോട്ടിയിലെത്തിയാൽ മുടി കൊഴിച്ചിലുണ്ടാകുന്നു. ഹൃദയത്തിലെത്തിയാൽ തടസ്സങ്ങളുണ്ടാകുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ, നിങ്ങൾ എത്ര വില കൂടിയ വിറ്റാമിൻ ഗുളികകൾ കഴിച്ചിട്ടും കാര്യമില്ല. നിങ്ങളുടെ വയർ വൃത്തിയല്ലെങ്കിൽ ആ ഗുളികകളൊന്നും ശരീരം ആഗിരണം ചെയ്യില്ല. അതുകൊണ്ടാണ് പലരും പറയുന്നത്, ഞാൻ എത്ര മരുന്ന് കഴിച്ചിട്ടും അസുഖം മാറുന്നില്ല എന്ന്. കാരണം മരുന്ന് ചെല്ലേണ്ട സ്ഥലത്തെത്താൻ ഈ മാലിന്യങ്ങൾ തടസ്സമാകുന്നു. ഇവിടെയാണ് ആയുർവേദത്തിലെ വിരേചനം അല്ലെങ്കിൽ വയറിളക്കൽ എന്ന പ്രക്രിയയുടെ പ്രസക്തി വരുന്നത്. പണ്ടത്തെ കാലത്ത് കർക്കിടക മാസത്തിലോ അല്ലെങ്കിൽ 6 മാസത്തിലൊരിക്കലോ നമ്മുടെ കാരണവന്മാർ നിർബന്ധമായും വയറിളക്കുമായിരുന്നു. ഇന്ന് ആ ശീലം നമ്മൾ മറന്നു. അതാണ് മാരക രോഗങ്ങൾ കൂടി വരാനുള്ള ഒരു പ്രധാന കാരണം. ഇന്ന് ഞാൻ പറഞ്ഞുതരാൻ പോകുന്ന രീതി നിങ്ങൾക്ക് വീട്ടിൽ തന്നെ വളരെ സുരക്ഷിതമായി ചെയ്യാവുന്ന ഒന്നാണ്. ഇത് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ദഹനവ്യവസ്ഥ പുതുതായി തുടങ്ങിയതുപോലെയാകും. ഇതെങ്ങനെ ചെയ്യാം? എന്താണ് ഇതിന് വേണ്ടത്? ഇതിനായി നമുക്ക് വേണ്ടത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ സുലഭമായി കിട്ടുന്ന അല്ലെങ്കിൽ ഏതൊരു ആയുർവേദ കടയിലും കിട്ടുന്ന ഒരു സാധനമാണ് ആവണക്കെണ്ണ. പക്ഷേ ഇത് ഉപയോഗിക്കുന്നതിന് കൃത്യമായ ഒരു കണക്കും രീതിയുമുണ്ട്. വെറുതെ കുടിച്ചാൽ അത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും. ആവണക്കെണ്ണ എന്ന് കേൾക്കുമ്പോൾ തന്നെ പലർക്കും പേടിയായിരിക്കും. അയ്യോ, അത് കുടിച്ചാൽ നിർത്താതെ വയറ്റീന്ന് പോകില്ലേ എന്ന പേടി. പേടിക്കേണ്ട. കൃത്യമായ അളവിൽ കൃത്യമായ രീതിയിൽ ഉപയോഗിച്ചാൽ ഇത്രയും നല്ലൊരു പാനീയം വേറെയില്ല. ആവണക്കെണ്ണയ്ക്ക് നമ്മുടെ കുടലിന്റെ ഭിത്തികളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന എത്ര പഴയ മലത്തെയും ഇളക്കി പുറത്തുകൊണ്ടുവരാനുള്ള കഴിവുണ്ട്. ഇത് കേവലം വയർ വൃത്തിയാക്കൽ മാത്രമല്ല, ശരീരത്തിലെ വാതത്തെ നിയന്ത്രിക്കാനും സന്ധിവേദന കുറയ്ക്കാനും സഹായിക്കുന്നു. ഇനി ഇത് ചെയ്യേണ്ട രീതി ഓരോ ഘട്ടമായി ഞാൻ പറയാം. വളരെ ശ്രദ്ധിച്ചു കേൾക്കുക. 1-ാം ഘട്ടം, തയ്യാറെടുപ്പ്. തലേദിവസം നിങ്ങൾ വയർ ക്ലീൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ദിവസം, ഉദാഹരണത്തിന് ഞായറാഴ്ചയാണ് നിങ്ങൾ ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ശനിയാഴ്ച മുതൽ തന്നെ നമ്മൾ അതിനുള്ള തയ്യാറെടുപ്പ് തുടങ്ങണം. ശനിയാഴ്ച ദിവസം അമിതമായ ഭക്ഷണം കഴിക്കരുത്. ഇറച്ചി, മീൻ, എണ്ണ പലഹാരങ്ങൾ, പൊറോട്ട എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുക. ശനിയാഴ്ച ഉച്ചയ്ക്ക് ചോറിനു പകരം കഞ്ഞിയോ അല്ലെങ്കിൽ ദഹിക്കാൻ എളുപ്പമുള്ള പച്ചക്കറികളോ കഴിക്കുക. രാത്രി 8 മണിക്ക് മുൻപായി ലഘുവായ ഭക്ഷണം കഴിച്ച് അവസാനിപ്പിക്കുക. ഇത് വളരെ പ്രധാനമാണ്. വയറ് നിറയെ ഭക്ഷണം കഴിച്ചിട്ട് പിറ്റേന്ന് വയറിളക്കാൻ നോക്കിയാൽ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. 2-ാം ഘട്ടം, ചെയ്യുന്ന വിധം. ഞായറാഴ്ച രാവിലെ നേരത്തെ എഴുന്നേൽക്കുക. ഒരു 6 മണിക്ക്. എഴുന്നേറ്റ ഉടനെ വെറും വയറ്റിൽ വേണം ഇത് ചെയ്യാൻ. ഇതിനായി നിങ്ങൾക്ക് 2 രീതികൾ തിരഞ്ഞെടുക്കാം. രീതി 1, തുടക്കക്കാർക്ക് 1 ഗ്ലാസ് ഇളം ചൂടുള്ള പാലെടുക്കുക. അതിലേക്ക് 2 ടീസ്പൂൺ ശുദ്ധമായ ആവണക്കെണ്ണ ഒഴിക്കുക. ഇത് നല്ലതുപോലെ യോജിപ്പിക്കുക. ഇതിലേക്ക്
ഒരു നുള്ള് ചുക്കുപൊടി കൂടി ചേർത്താൽ രുചിവ്യത്യാസം കുറയുകയും ദഹനം എളുപ്പമാവുകയും ചെയ്യും. ഇത് ഒറ്റയടിക്ക് കുടിക്കുക. രീതി 2. കൂടുതൽ ഫലം കിട്ടാൻ പാൽ കുടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇളം ചൂടുവെള്ളം ഉപയോഗിക്കാം. ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിൽ ഏകദേശം 2 ടീസ്പൂൺ ആവണക്കെണ്ണ ഒഴിക്കുക. കൂടെ പകുതി നാരങ്ങയുടെ നീരുകൂടി പിഴിഞ്ഞൊഴിക്കുക. ഇത് കുടിക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ശ്രദ്ധിക്കുക, ആവണക്കെണ്ണ വാങ്ങുമ്പോൾ മരുന്നുകൾ വിൽക്കുന്ന കടകളിൽ നിന്ന് ശുദ്ധമായത് അല്ലെങ്കിൽ ആയുർവേദ കടകളിൽ നിന്ന് ഗന്ധർവഹസ്താദി ആവണക്കെണ്ണ ചോദിച്ചു വാങ്ങുന്നതാണ് ഏറ്റവും ഉത്തമം. സാധാരണ കടയിൽ കിട്ടുന്ന മുടിയിൽ തേക്കുന്ന എണ്ണ ഉപയോഗിക്കരുത്. 3-ാം ഘട്ടം പ്രക്രിയ. മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പോയി കിടന്നുറങ്ങരുത്. കുറച്ചു സമയം മുറ്റത്തോ അല്ലെങ്കിൽ വീടിനകത്തോ ഒന്ന് നടക്കുക. ഏകദേശം 30 മിനിറ്റ് മുതൽ 2 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് വയറ്റിൽ ഒരു ചലനം അനുഭവപ്പെടും. ആദ്യത്തെ തവണ വയറ്റിൽ നിന്ന് പോകുമ്പോൾ സാധാരണ പോലെയായിരിക്കും പോകുന്നത്. പിന്നീട് പോകുന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. കുടലിന്റെ മടക്കുകളിൽ വർഷങ്ങളായി അടിഞ്ഞുകൂടിയ കറുത്ത നിറത്തിലുള്ള ദുർഗന്ധമുള്ള മാലിന്യങ്ങൾ പുറത്തുവരാൻ തുടങ്ങും. ഈ സമയത്ത് നിങ്ങൾക്ക് ക്ഷീണം തോന്നാം. അത് സ്വാഭാവികമാണ്. ഇടയ്ക്കിടെ കുറച്ച് ഇളം ചൂടുവെള്ളം കുറേശ്ശെയായി കുടിക്കുന്നത് നല്ലതാണ്. ഇത് ശരീരത്തിലെ ജലാംശം കുറയുന്നത് തടയാൻ സഹായിക്കും. സാധാരണഗതിയിൽ 3 മുതൽ 5 തവണ വരെ വയറ്റിൽ നിന്ന് പോകും. വയർ പൂർണ്ണമായും വൃത്തിയായി എന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ അല്ലെങ്കിൽ വയറ്റിൽ നിന്ന് പോകുന്നത് വെറും വെള്ളം പോലെയാകുമ്പോൾ ഈ പ്രക്രിയ അവസാനിപ്പിക്കാം. ഇനി വയറിളക്കം നിൽക്കുന്നില്ലെങ്കിൽ എന്തു ചെയ്യും? അതും അറിഞ്ഞിരിക്കണം. വയറ്റിൽ നിന്ന് പോകുന്നത് നിർത്താൻ കുറച്ചു പച്ചവെള്ളം മുഖത്ത് തളിക്കുക, കൈകാൽ കഴുകുക, എന്നിട്ട് കുറച്ചു പച്ചവെള്ളം കുടിക്കുക, അല്ലെങ്കിൽ അല്പം മോര് കുടിക്കുക. ചൂടുവെള്ളം കുടിക്കുന്നത് നിർത്തിയാൽ തന്നെ വയറിളക്കം സാവധാനം നിൽക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ഞാൻ ചെയ്യും എന്ന് ഒന്ന് കമന്റ് ചെയ്യാമോ? നിങ്ങളുടെ ഓരോ കമന്റും എനിക്ക് നൽകുന്ന പ്രചോദനം ചെറുതല്ല. അതുകൊണ്ട് മറക്കാതെ ഞാൻ ചെയ്യും എന്ന് കമന്റ് ചെയ്യുക. 4-ാം ഘട്ടം വിശ്രമം. വയർ മുഴുവൻ ക്ലീനായി കഴിഞ്ഞാൽ നിങ്ങളുടെ വയർ ഇപ്പോൾ ഒരു കൊച്ചുകുട്ടിയുടെ വയർ പോലെ മൃദുലമാണ്. അതിലേക്ക് ഉടനെ തന്നെ ദഹിക്കാൻ പ്രയാസമുള്ള ഭക്ഷണം ഇട്ടുകൊടുക്കരുത്. ഉച്ചയ്ക്ക് വിശക്കുമ്പോൾ നല്ല തെളിച്ച കഞ്ഞി മാത്രം കുടിക്കുക. ഉപ്പിലിട്ടതോ എരിവുള്ളതോ ആയ അച്ചാറുകൾ തുടരുത്. വേണമെങ്കിൽ ചുട്ട പപ്പടം ഉപയോഗിക്കാം. വൈകുന്നേരമാകുമ്പോഴേക്കും നിങ്ങൾക്ക് വല്ലാത്തൊരു ഉന്മേഷം തോന്നും. കണ്ണുകൾക്ക് നല്ല തെളിച്ചം കിട്ടിയതുപോലെ ശരീരത്തിന് ഭാരം കുറഞ്ഞതുപോലെ അനുഭവപ്പെടും. രാത്രിയിലും ലഘുവായ കഞ്ഞി അല്ലെങ്കിൽ റവ, ഉപ്പുമാവ് പോലുള്ളവ കഴിക്കുക. ഗുണങ്ങൾ. ഇങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് വയർ ക്ലീൻ ചെയ്യുന്നതുകൊണ്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് ശരീരത്തിൽ സംഭവിക്കുന്നത്? 1. വായുക്ഷോഭവും നെഞ്ചരിച്ചിലും മാറും. വയറ്റിലെ പഴയ മാലിന്യങ്ങൾ പോകുന്നതോടെ ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങൾ പൂർണ്ണമായും മാറും. 2. തൂക്കം കുറയുന്നു. അനാവശ്യമായ കൊഴുപ്പും കെട്ടിക്കിടക്കുന്ന വെള്ളവും പുറത്തുപോകുന്നതോടെ വയറൊതുങ്ങാനും ശരീരഭാരം കുറയാനും സഹായിക്കും. 3. ചർമ്മം തിളങ്ങുന്നു. രക്തം ശുദ്ധിയാകുന്നതുകൊണ്ട് മുഖക്കുരു മാറുകയും ചർമ്മത്തിന് ഒരു പ്രത്യേക തിളക്കം ലഭിക്കുകയും ചെയ്യും. 4. രോഗപ്രതിരോധശേഷി. കുടൽ വൃത്തിയാകുന്നതോടെ ശരീരം പോഷകങ്ങളെ നന്നായി ആഗിരണം ചെയ്യാൻ തുടങ്ങും. ഇത് നിങ്ങളുടെ പ്രതിരോധശേഷി ഇരട്ടിയാക്കും. 5. നല്ല ഉറക്കം. വയർ ശാന്തമായാൽ മനസ്സ് ശാന്തമാകും. അത് നല്ല ഉറക്കം ലഭിക്കാൻ സഹായിക്കും. ആരൊക്കെ ഇത് ചെയ്യാൻ പാടില്ല? ഇത് വളരെ പ്രധാനമാണ്. എല്ലാവർക്കും കണ്ണും പൂട്ടി ഇത് ചെയ്യാൻ പറ്റില്ല. 1. ഗർഭിണികൾ. ഗർഭിണികൾ ഒരു കാരണവശാലും ആവണക്കെണ്ണ ഉപയോഗിച്ച് വയറിളക്കാൻ പാടില്ല. അത് കുട്ടിക്ക് ദോഷം ചെയ്യും. 2. മുലയൂട്ടുന്ന അമ്മമാർ. വൈദ്യനിർദ്ദേശമില്ലാതെ ഇത് ചെയ്യരുത്. 3. വയറ്റിൽ മുറിവോ മറ്റ് ഗുരുതരമായ അസുഖങ്ങളോ ഉള്ളവർ ഇത് ഒഴിവാക്കണം. 4. വളരെ പ്രായമായവർ, ചെറിയ കുട്ടികൾ. 60 വയസ്സിന് മുകളിലുള്ളവരും 10 വയസ്സിന് താഴെയുള്ള കുട്ടികളും വൈദ്യനിർദ്ദേശമില്ലാതെ ഇത് ചെയ്യരുത്. 5. സ്ത്രീകൾ മാസമുറ സമയത്ത് ഇത് ചെയ്യാൻ പാടില്ല. എത്ര തവണ ചെയ്യാം? മാസത്തിലൊരിക്കൽ ഇത് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അല്ലെങ്കിൽ ചുരുങ്ങിയത് 3 മാസത്തിൽ ഒരിക്കലെങ്കിലും ഇത് ചെയ്തിരിക്കണം. നമ്മുടെ വാഹനം നമ്മൾ കൃത്യമായി സർവീസ് ചെയ്യാറുണ്ട്, അല്ലേ? അതുപോലെ നമ്മുടെ ശരീരത്തെയും ഒന്ന് സർവീസ് ചെയ്യേണ്ടത് അത്യാവശ്യമല്ലേ? ഓർക്കുക, ആരോഗ്യമുള്ള വയറാണ് ആരോഗ്യമുള്ള ശരീരത്തിന്റെ അടിത്തറ. നാളെ തന്നെ ഇത് പരീക്ഷിച്ചു നോക്കൂ. മാറ്റം നിങ്ങൾക്ക് അനുഭവിച്ചു തന്നെ അറിയാം. നിങ്ങളുടെ സംശയങ്ങൾ താഴെ ചോദിക്കാവുന്നതാണ്. എല്ലാവർക്കും നല്ലൊരു ആരോഗ്യം നേരുന്നു.